Are you ready? ഇന്ന് രാത്രി എത്ര പേര് അതിന് തയ്യാറാണ്? Amen. Amen. Hallelujah. Okay. Now, after I have preached and after the prayer of salvation, ഇന്ന് രാത്രിയിൽ പ്രസംഗത്തിന് ശേഷമായി, സുവിശേഷ പ്രസംഗത്തിന് ശേഷമായി, I'm going to pray for the sick here tonight. രോഗികൾക്ക് വേണ്ടിയും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നതാണ്. And I believe blind eyes will open. ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കട്ടെ, ചില കണ്ണുകൾ തുറക്കപ്പെടുവാൻ പോകുകയാണ്. അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ I believe the cripples will walk. ഇന്ന് രാത്രി മുടന്തന്മാർ ചാടി എഴുന്നേറ്റ് കുതിച്ചു ചാടി ഇന്ന് രാത്രി നൃത്തം ചെയ്യാൻ പോകുകയാണ്. I believe that tumors will fall off. ഇന്ന് രാത്രിയിൽ ട്യൂമറുകൾ, ക്യാൻസറുകൾ അത് മാറിപ്പോകാൻ പോകുകയാണ്. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ? What is impossible with man, that is possible with God. മനുഷ്യനാൽ അസാധ്യമായത് എന്റെ ദൈവത്താൽ സാധ്യമാണ്. Amen. ആമേൻ. He is the God of miracles. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. And miracles authenticate the gospel. സുവിശേഷത്തെ ഉറപ്പിക്കുന്നത്, ശക്തീകരിക്കുന്നത് അതിന്റെ പിന്നാലെ നടക്കുന്ന അത്ഭുതങ്ങളാണ്. Are you ready? ഇന്ന് രാത്രി എത്ര പേര് അതിന് തയ്യാറായിരിക്കുന്നു? For my taste, you are too far away, but I can see here's a lot of mud. ഇന്ന് രാത്രികാലം നിങ്ങളിൽ നിന്ന് ഒത്തിരി അകലെയാണ്. നേരെ മുമ്പിൽ നോക്കുമ്പോൾ കുറെ ചെളിക്കൂട്ടം മാത്രമാണ് കാണുന്നത്. Well, I am so happy you came anyway. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ കടന്നു വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. Let's turn to Luke. ഇത് രാത്രിയിൽ തിരുവെഴുത്തുകളെ തുറക്കാം. ലൂക്കോസിന്റെ Gospel സുവിശേഷം, according to Saint Luke, chapter 16. ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം. This is the ABC of the gospel, as I promised you. നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ സുവിശേഷത്തിന്റെ ആദ്യ പാഠങ്ങളാണ് ഇവിടെ ഓർപ്പിക്കുവാൻ പോകുന്നത്. And it is the story that Jesus told us യേശു പറഞ്ഞ ഒരു ഉപമയാണത്. of the rich man and Lazarus. ലാസറിനെയും I didn't take the time to read these 11 verses. It's from verse 19 to verse 31. From 16? Luke 16, 19 to 31. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19. Chapter 16, verse 19. 16-ാം അധ്യായം 19 മുതൽ താഴോട്ടുള്ള വചനങ്ങൾ ഇവിടെ വായിച്ച് കൽപ്പിക്കട്ടെ. There was a certain rich man who was clothed in purple and fine linen and fed sumptuously every day. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. But there was a certain beggar named Lazarus, full of sores, who was laid at his gate. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. And he was desirous to be fed with the crumbs which fell from the rich man's table. Moreover, the dogs came and licked his sores. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്റെ വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. So it was that the beggar died and was carried by the angels to Abraham's bosom. The rich man also died and was buried. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. And being in torment in Hades, he lifted up his eyes and saw Abraham afar off and Lazarus in his bosom. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. Then he cried and said, Father Abraham, have mercy on me and send Lazarus that he may dip the tip of his finger in water and cool his tongue, because I am tormented in this flame. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജാലിയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. But Abraham said, Son, remember that in your lifetime you received your good things, and likewise Lazarus evil things, but now he is comforted and you are tormented. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചുവെന്ന് ഓർക്ക. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. And besides all this, between us and you there is a great gulf fixed, so that those who want to pass from here to you cannot, nor can those from there pass to us. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു.
ഇവിടെ നിന്ന് നീങ്ങി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. Then he said, I beg you therefore, Father, that you would send him to my father's house, for I have 5 brethren, that he may testify to them, lest they also come to this place of torment. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. Abraham said to him, they have Moses and the prophets, let them hear them. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. And all what we know about hell, നരകത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന എല്ലാ വസ്തുതകളും, or let me rather say almost all we know about hell, we know from Jesus. നരകത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുതകളും നാം ഗ്രഹിച്ചിരിക്കുന്നത് മറ്റാരിൽ നിന്നുമല്ലാതെ യേശുവിൽ നിന്നാണ്. And if you read the Gospels, you will be surprised that Jesus spoke more about hell than heaven. വേദപുസ്തകം വായിക്കുമ്പോൾ, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട്. യേശു സ്വർഗത്തെക്കാൾ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നരകത്തെക്കുറിച്ചാണ്. And suddenly it struck me why he did this. അതുകൊണ്ട് യേശു എന്താണ് ഈ ഉപമ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് പ്രത്യേകമായി ബോധ്യമുണ്ടായി. Jesus spoke more about hell than heaven, not to threaten people but to warn people. യേശു എന്തുകൊണ്ട് സ്വർഗത്തെക്കാൾ കൂടുതൽ നരകത്തെക്കുറിച്ച് പറഞ്ഞത് മനുഷ്യനിൽ ഭീതി ജനിപ്പിക്കുവാനല്ല, മറിച്ച് ഒരു അപായ മുന്നറിയിപ്പ്, മനുഷ്യനൊരു സൂചന, അപകട സൂചന നൽകുവാനാണ്. You may threaten an enemy, but you will warn a friend. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ശത്രുവിനെ ഭയപ്പെടുത്തിയേക്കാം, എന്നാൽ നിങ്ങളുടെ സുഹൃത്തിനെ, നിങ്ങളുടെ സ്നേഹിതനെ ഭയപ്പെടുകയില്ല, മുന്നറിയിപ്പുകൾ നൽകും. And Jesus spoke to all human beings as a friend. അതുകൊണ്ട് യേശു കർത്താവ് ഈ ഉപമയിലൂടെ സകല മനുഷ്യരോടും മനുഷ്യവർഗത്തോടും മുഴുവൻ ഒരു സ്നേഹിതനെ പോലെ ഇടപെടുകയാണ്. One thing is sure. ഒരു കാര്യം ഉറപ്പാണ്, heaven is a reality and hell is a reality. The word of God clearly states it. Say amen. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. സ്വർഗം എത്രമാത്രം യാഥാർത്ഥ്യമാണോ അതുപോലെ തന്നെ യാഥാർത്ഥ്യമാണ് നരകം എന്ന് നാം മനസ്സിലാക്കണം. എത്ര പേരന്മേൽ ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്? So now the next thing. മൂന്നാമത്തെ കാര്യം, അടുത്ത കാര്യം, when I read this story, ഈ സംഭവം ഞാൻ വായിക്കുമ്പോൾ it shakes me. അതെന്നെ ഇങ്ങനെ കുലുക്കാറുണ്ട്, വിറയിപ്പിക്കാറുണ്ട്. I mean, to hear out of the mouth of Jesus how a rich man went to hell is a terrible, terrible thing. ധനവാനായ ഒരു മനുഷ്യൻ, ഭൂമിയിൽ സുഖസൗകര്യങ്ങളോട് ജീവിച്ച ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അവൻ നരകത്തിലേക്ക് പോയത് കണ്ട് എത്ര ഭയാനകം എന്ന് ഞാൻ വിറച്ചു. And when I read the story in the Bible, I only have got one question in my mind. ഈ ഭാഗം വായിക്കുമ്പോൾ, ഈ സംഭവകഥ യേശു പറഞ്ഞത് വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. And the question I have in my mind is this one. എന്റെ മനസ്സിൽ ഉയരുന്ന ചോദ്യം ഇതാണ്: what was the damning sin this man committed that he went to hell? ധനവാനായ ഈ മനുഷ്യൻ നരകത്തിൽ പോകുവാൻ കാരണമായി ചെയ്ത ഏറ്റവും കഠിനമായ പാപം ഏത്? What did he do? ഈ മനുഷ്യൻ ചെയ്തത് എന്ത്? How come he deserved to go to hell? I want to know. യാതനാ സ്ഥലത്തേക്ക്, നരകത്തിലേക്ക് ഈ മനുഷ്യൻ പോകുവാനുള്ള കാരണമെന്ത്? Oh, if I rephrase it, ഞാൻ വീണ്ടും അത് ഒന്ന് പുനരാവർത്തനം ചെയ്യുമ്പോൾ, what was the mistake of this man that made him go to hell when he died? യാതനാ സ്ഥലത്തേക്ക്, മരണാനന്തരം നരകത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഈ മനുഷ്യൻ ചെയ്ത പാപം എന്താണ്? Shall I tell you why I want to know? എന്തുകൊണ്ടാണ് ഞാൻ അത് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? Okay, I'll tell you. ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്. I want to know what mistake this man made that took him to hell, because I don't want to make the same mistake. ഈ മനുഷ്യൻ യാതനാ സ്ഥലത്തേക്ക്, നരകത്തിലേക്ക് പോകുവാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. എനിക്കത് തിരിച്ചറിയാം. കാരണം നിങ്ങളോ ഞാനോ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. I want to know what that
damning sin was, because may God help me, I don't want to commit the same damning sin. ദൈവമേ, ഈ പാപം ഞാനും ആവർത്തിച്ച് നരകയാതന സ്ഥലത്തേക്ക് ധനവാൻ പോയതുപോലെ പോകുവാൻ ഇടയാകരുതേ എന്നതുകൊണ്ട് ഞാനിത് തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നു. How many of you want to know what the damning sin of that man was? ധനവാനായി ഈ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ കാരണമായി തീർന്ന ഏറ്റവും മാരകമായ പാപം എന്ത് എന്ന് എത്ര പേർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്? Amen. ആമേൻ. Amen. And I will tell you crystal clear, and I pray that you may never forget it for as long as you live. ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായിട്ട് സുതാര്യമായിട്ട് ഈ സത്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ആരും ഇത് മറക്കരുത്, മറന്ന് ജീവിക്കരുത്. Let's see if we can find a clue or two in scripture, the scripture we just read. ഇന്ന് രാത്രിയിൽ വായിച്ച വചനത്തിൽ നിന്ന് എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നോ നമുക്ക് ശ്രദ്ധിക്കാം. Verse 19 in Luke 16 says that this rich man was rich. ആ മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ ധനവാനായിരുന്നു എന്നാണ്. Just a quick question. ഒരു പെട്ടെന്നൊരു ചോദ്യം ഉയരാം. Do you think this man went to hell because he was rich? Yes or no? ഈ മനുഷ്യൻ നരകത്തിൽ പോകാൻ കാരണമായത് അവൻ ധനവാനായതുകൊണ്ടാണോ? ശരിയോ തെറ്റോ? No, you're perfectly right. നിങ്ങൾ ശരി തന്നെ, നിങ്ങൾ പറഞ്ഞു തന്നെ. It's not a blessing to be poor. ദരിദ്രനായിരിക്കുന്നത് ഒരിക്കലും അനുഗ്രഹമല്ല. And if a rich man got his riches righteously and without corruption, and he gives to God what belongs to God, riches can be a great blessing. ഒരു മനുഷ്യന്റെ ധനം ന്യായമായുള്ള വഴിയിലൂടെ, നീതിയായുള്ള വഴിയിലൂടെ, അഴിമതിയില്ലാതെ പ്രാപിച്ചതും ദൈവത്തിന് കൊടുക്കുവാനുള്ള ദൈവത്തിന് കൊടുക്കുന്നതുമാണെങ്കിൽ ധനം ഒരു അനുഗ്രഹമാണ്. And I don't want you to be in suspense too long. I want to tell you already now, the rich man didn't go to hell because he was rich, and the poor man didn't go to heaven because he was poor. നിങ്ങൾ അക്ഷമരാണെന്നറിയാം, എന്നാലും പറയട്ടെ, ധനവാനായ മനുഷ്യൻ ധനികനായതുകൊണ്ടല്ല യാതനാ സ്ഥലത്ത് പോയത്, ലാസർ ദരിദ്രനായതുകൊണ്ടല്ല സ്വർഗത്തിൽ പോയതും. So another clue. It says here there was a certain rich man, and then it says he clothed himself in purple and fine linen. അവൻ ധൂമ്രവസ്ത്രവും നല്ല വസ്ത്രങ്ങളും ധരിച്ച് ആയിരുന്നു. വസ്ത്രധാരണത്തെ കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നു. This man was a fashion freak. ഈ മനുഷ്യൻ ഏറ്റവും പുതിയ ഫാഷനുകൾ, അലങ്കാരത്തിന് പിന്നാലെ ചിന്തിച്ച് യാത്ര ചെയ്തവനാണ്. He loved to wear beautiful clothes. ഒന്നാന്തരം വസ്ത്രങ്ങൾ, മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ ഇയാൾക്കൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. Maybe he had 100 wardrobes full of the finest garments. ഏറ്റവും ഒടുവിലത്തെ പുതിയ ഡിസൈനർ വസ്ത്രങ്ങൾ നിറഞ്ഞതായ 100 വാർഡ്രോബുകൾ, അലമാരകൾ ഇയാൾക്ക് കണ്ടേക്കാം. 1,000 silk suits. 1000 സിൽക്ക് സൂട്ടുകൾ ഈ മനുഷ്യന് കണ്ടേക്കാം. Matching shirt and matching shoes and matching underwear. മാച്ച് ചെയ്യുന്ന പാന്റുകള്, മാച്ച് ചെയ്യുന്ന ഉടുപ്പുകള്, മാച്ച് ചെയ്യുന്ന ടൈ, മാച്ച് ചെയ്യുന്ന അടിവസ്ത്രങ്ങൾ. Do you think that this was the sin that made that man go to hell? Yes or no? ഈ മനുഷ്യൻ യാതനാ സ്ഥലത്തേക്ക് പോകുവാൻ കാരണമായി തീർന്നത് ഇയാളുടെ വസ്ത്രധാരണ രീതി കൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? No, you're perfectly right. നിങ്ങൾ പൂർണ്ണമായും ശരി Here's a പറഞ്ഞു. third clue though. Here's a third clue. നോക്കുക, മൂന്നാമത്തെ കാര്യം. It says that he fared sumptuously every day, which means he always ate like a king. ആ മനുഷ്യൻ നന്നായി തിന്നുകയും കുടിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അർത്ഥം ഒരു രാജകീയ ഭോജനം, രാജാവിനെ പോലെ ഈ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിരുന്നു. We all agree that cannot be the sin that made that man go to hell. നാം എല്ലാം ഒരുപോലെ സമ്മതിക്കുന്നു, ഈ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോയത് ഇത്തരത്തിലുള്ള ജീവിത ശൈലിയല്ലായിരുന്നു. We thank God for good food. നല്ല ഫലങ്ങൾ ദൈവം നമുക്ക് നൽകിയതോർത്ത്, ആഹാരം നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി. And may there be plentiful of good food in your kitchen in the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കിച്ചണുകൾ, അടുക്കളകൾ സമൃദ്ധമായി നിറഞ്ഞു കവിയട്ടെ. That what you really like to eat. നിങ്ങൾക്ക് നന്നായി കഴിപ്പാനിടയാകട്ടെ. Say amen. ഇന്ന് രാത്രിയിൽ അതിനൊരു ആമേൻ പറയാൻ കഴിയുമോ? So if all these things were not the sin that made that man go to hell, why did he go to hell? And what was his sin?
ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്നുമല്ല ഈ മനുഷ്യനെ യാതനാ സ്ഥലത്ത് എത്തിച്ചതെങ്കിൽ എന്താണ്, ഏതു പാപമാണ് ഈ മനുഷ്യനെ യാതനാ സ്ഥലത്ത് എത്തിച്ചത്? I tell you. ഞാൻ നിങ്ങളോട് പറയാം. But give me 1 or 2 more minutes. 1-2 മിനിറ്റുകൾ കൂടെ നിങ്ങൾ എനിക്ക് നൽകിയാട്ടെ. Let me first go outside the palace of this rich. ഈ മനുഷ്യന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഞാനൊന്ന് പോകട്ടെ. And right there at that studded beautiful palace door was a poor man lying very sick and very poor. മനോഹരമായ തന്റെ കൊട്ടാര സദൃശ്യമായ വാസസ്ഥലത്തിന് പുറത്ത് ദരിദ്രനായ വ്രണം നിറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. His name was Lazarus. ആ മനുഷ്യന്റെ പേര് ലാസർ. He suffered from some boils disease. ആ മനുഷ്യന്റെ ശരീരത്തിൽ ഏതോ തരത്തിലുള്ള വ്രണം നിറഞ്ഞിരുന്നു. Very painful. വളരെ വേദനാജനകമായ സ്ഥിതി. Boils filled with pus cooking in his body. അവന്റെ ശരീരത്തിൽ പുകച്ചു തിളയുന്നത് പോലെ വ്രണങ്ങൾ നിറഞ്ഞിരുന്നു. And besides it, he was desperately hungry. മാത്രമല്ല അവൻ എല്ലായ്പ്പോഴും വളരെ വളരെ വിശന്നവനുമായിരുന്നു. There was no nurse to attend to him. അവന്റെ അടുക്കൽ ചെന്നവനെ ശുശ്രൂഷിപ്പാൻ ആരുമില്ലായിരുന്നു. Jesus describes his condition graphically. ഈ മനുഷ്യന്റെ സ്ഥിതി, അവന്റെ ദുസ്ഥിതി യേശു വളരെ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. He said the dogs came attracted by that stench and licked the pus of his boils. യേശു പറഞ്ഞത് നായ്ക്കൾ അടുക്കൽ വന്ന് വ്രണത്തിൽ നിന്ന് ഒലിക്കുന്നത് നക്കിയെടുക്കുന്ന സ്ഥിതിയിലായിരുന്നു ആ മനുഷ്യനായിരുന്നത്. Only the dogs were the nurses of that man. ആ മനുഷ്യനെ പരിചരിക്കുവാൻ മനുഷ്യരില്ലായിരുന്നു. ആ മനുഷ്യന്റെ അടുക്കൽ വന്നിരുന്നത് നായ്ക്കളായിരുന്നു. And then Jesus goes on to say what happened, and now it becomes highly interesting. യേശു ക്രിസ്തു പിന്നെയും കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നു. അത് വളരെ രസാവഹമായ വസ്തുതയാണ്. Jesus said, Jesus, the only one who can really tell us with authority what happens after death. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ആധികാരികമായി പറയാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. Jesus said, Lazarus died outside. യേശു പറഞ്ഞു ആ കൊട്ടാരത്തിന് പുറത്ത് വഴിയിൽ എവിടെയോ ലാസർ മരിച്ചു. And the angels came ദൂതന്മാർ അവന്റെ അടുക്കൽ and വന്നു. carried him to paradise. അവനെ പറുദീസയിലേക്ക് കൊണ്ടുപോയി. And he was received in the arms of Father Abraham. അബ്രഹാമിന്റെ മടിയിലേക്ക്, കൈകളിലേക്ക് അവൻ എത്തിച്ചേർന്നു. He had gone to heaven. അവൻ സ്വർഗത്തിലെത്തി. And while Lazarus died outside, ലാസർ കൊട്ടാരത്തിന് പുറത്ത് മരിച്ചു. the rich man died inside. എന്നാൽ കൊട്ടാരത്തിന്റെ അകത്ത് ധനികനായ മനുഷ്യൻ മരിച്ചു. They quickly called the finest doctor. ഏറ്റവും മനോഹരമായ ശവപ്പെട്ടി ആ മനുഷ്യന് കിട്ടി. Doctor said heart attack. ഡോക്ടർമാര് പറഞ്ഞു ഹൃദ്രോഗമാണ്, ഹാർട്ട് അറ്റാക്ക് ആണ്. He ate too much. ഒത്തിരി കഴിച്ചതിന്റെ അനന്തരഫലമായിട്ട് കൊളസ്ട്രോൾ കൂടി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതാണ്. But Jesus said, എന്നാൽ യേശു പറഞ്ഞു, the moment that rich man died, ആ ധനികൻ മരിച്ച ആ സമയത്ത് തന്നെ he found himself in hell. അവൻ അടുത്തത് കാണുന്നത്, ഇടം കണ്ടെത്തിയത് യാതനാ സ്ഥലത്താണ്. And he was tormented in hell. ആ നരകത്തിൽ യാതനാ സ്ഥലത്ത് അവൻ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. And by some kind of a miracle I cannot explain otherwise, മറ്റൊരു തരത്തിലും എനിക്കത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. the man in hell was able to look right into paradise. നരകത്തിൽ യാതനാ സ്ഥലത്ത് കിടന്ന മനുഷ്യന് മുകളിലേക്ക് നോക്കാനായിട്ട് കഴിഞ്ഞു. To his big surprise, he saw that poor man that had been lying at his door for such a long time. He saw him right in heaven. ധനികനായ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത്. സ്വർഗത്തിൽ അബ്രഹാമിന്റെ മടി എന്ന പറുദീസയിൽ ലാസർ എന്ന തന്റെ വീടിന് പുറത്തെ പടിപ്പുരയ്ക്കകത്തെ ദരിദ്രൻ അവിടെ ഇരിക്കുന്നു. Jesus said that he was in the arms of Abraham at his bosom. അബ്രഹാമിന്റെ മടിയിൽ, അബ്രഹാമിന്റെ കൈകളിൽ ലാസർ ആയിരുന്നു എന്നാണ് യേശു പറയുന്നത്. He was wonderfully comforted. ആ മനുഷ്യൻ അന്നുവരെ അനുഭവിക്കാതിരുന്ന ആശ്വാസം അളവില്ലാതെ അബ്രഹാമിന്റെ മടിയിൽ അനുഭവിക്കുന്നു. And then the no more rich man in hell screamed. ഈ മനുഷ്യന്, ധനികനായ മനുഷ്യൻ നരകത്തിൽ കിടക്കുന്നു. അവിടെ ധനത്തിന്റെ യാതൊരു പ്രത്യേകതകളുമില്ല. അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, Father Abraham,
നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അബ്രഹാം പിതാവേ, send Lazarus with one drop of water. ലാസറിന്റെ വിരലിന്റെ അറ്റത്ത് മുക്കി വെള്ളവുമായിട്ട് അവനെ അയക്കണമേ. You know there is no drop of water in hell. നരകത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്ന് നീ He അറിയുന്നില്ലയോ? begged for one drop of water. നരകത്തിൽ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഈ മനുഷ്യൻ വിലപിക്കുകയാണ്. So a conversation begun between the man in hell and Lazarus in heaven, and Abraham in heaven. നരകത്തിൽ കിടന്ന ധനികനായ മനുഷ്യനും അബ്രഹാമിന്റെ മടിയിൽ അബ്രഹാമുമായിട്ട് ഒരു സംഭാഷണം ആരംഭിക്കുകയാണ്. And in a few seconds I'm going to name you the sin which took that rich man to hell. ചില മിനിറ്റുകൾക്കകം സെക്കൻഡുകൾക്കകം ധനികനായ മനുഷ്യനെ നരകത്തിൽ എത്തിച്ചതായ പാപം എന്ത് എന്ന് ഞാൻ പറയാൻ പോകുകയാണ്. Abraham said, I cannot send you Lazarus. There is no bridge from us to you or from you to us. അബ്രഹാം പറഞ്ഞു, ലാസറിനെ താഴേക്ക് ഇറക്കി വിടത്തക്കവണ്ണം വലിയൊരു പിളർപ്പാണ്, ഇതിന്റെ നടുവിൽ യാതൊരു പാലവുമില്ല, കടന്നു വരാൻ കഴിയുകയില്ല, വിടുവാൻ കഴിയുകയില്ല. Nobody ever will be able to get saved in hell, to go from hell to heaven. Nobody. ലോകത്തിലുള്ള ഒരൊറ്റ മനുഷ്യനും നരകത്തിൽ കിടന്ന് രക്ഷിക്കപ്പെട്ടിട്ട് നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ എത്തുവാൻ സാധ്യമല്ല. And I will tell you why. Quickly. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. Shall I tell you why nobody is going to get saved in hell? നരകത്തിൽ യാതനാ സ്ഥലത്ത് ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുവാൻ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്ന് കേൾക്കുക. Why there is no way from hell to heaven? നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ എത്തുവാൻ നേരിട്ട് യാതൊരു മാർഗവുമില്ല എന്ന് നിങ്ങൾ അറിയണം. എന്തുകൊണ്ട്? Because Jesus didn't die in hell for us. He died on earth for us. കാരണം പറയാം, മാനവവർഗത്തിന് വേണ്ടി യേശു മരിച്ചത് നരകത്തിലല്ല. യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിൽ കയറിയത്, ക്രൂശിതനായത് ഈ മണ്ണിൽ, ഈ ഭൂമിയിലായതുകൊണ്ട് നരകത്തിൽ രക്ഷയില്ല, ഭൂമിയിൽ മാത്രമേ രക്ഷയുള്ളൂ. And Jesus said, യേശു പറഞ്ഞു, I am the way, the truth and the life. No one comes to the Father but by me. He is the way. ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ. യേശുവിലൂടെ മാത്രമേ ഏക വഴിയുള്ളൂ. While we are on earth, we can find that way, that bridge, and arrive in the arms of Jesus before this evening is over. Say amen. ഇന്ന് രാത്രിയിൽ ഈ യോഗം തീരുന്നതിന് മുമ്പേ യേശു വന്ന കോവേണിയിലൂടെ, യേശു വന്ന പാലത്തിലൂടെ ഇന്ന് രാത്രി നീ യാത്ര ചെയ്ത് യേശുവിന്റെ കൈകളിൽ ഭദ്രമാകുവാൻ ഈ സന്ധ്യ സ്വർഗത്തിലെ ദൈവം ഇടയാക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ കഴിയും? ശബ്ദത്തോട് പറയുക. Hallelujah. And after that conversation went to and fro. മുകളിലേക്കും താഴേക്കും ഈ സംഭാഷണം തുടരുകയാണ്. Now I'm coming to my point. ഇന്ന് രാത്രിയിൽ എന്റെ പ്രധാന വിഷയത്തിലേക്ക് വരട്ടെ. My first big point. പ്രധാനപ്പെട്ട ഏറ്റവും വലിയ എന്റെ ഒന്നാമത്തെ The rich man realized there was no hope for him. ആ മനുഷ്യൻ, ധനികനായ മനുഷ്യന് ഒരു പ്രതീക്ഷയുമില്ല എന്ന് Then മനസ്സിലായി. he remembered and said, I've got five brothers still living on earth, committing the very mistake that I have committed, and I don't want them to join me down here in hell. തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ബുദ്ധിപരമായി ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. He said, Father Abraham, remember my brothers. They commit the same sin that I have committed. Send somebody from the dead to them, and then they will believe. എങ്ങലടിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, അബ്രഹാം പിതാവേ, എന്റെ സഹോദരന്മാരും യാതനാ സ്ഥലത്ത് ഒരിക്കലും കടന്നു വരുവാൻ ഇടയാകരുത്. ഞാൻ ചെയ്ത അതേ തെറ്റ് തന്നെയാണ്, പാപം തന്നെയാണ് അവരും ചെയ്യുന്നത്, അതുകൊണ്ട് അവരിവിടെ വരാൻ സാധ്യതയുള്ളൂ. And the conversation went back and forth. ആ സംഭാഷണം മുകളിലും താഴേക്കുമായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. And then I read verse 30. അപ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ 30-ാം വാക്യവും 31-ാമത്തെ വാക്യവും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. The man in hell cried. നരകത്തിൽ കിടന്ന മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, No, Father Abraham. Yes. അബ്രഹാം പിതാവേ. No, Father Abraham. അബ്രഹാം പിതാവേ.
no, Father Abraham. അല്ല അബ്രഹാം പിതാവേ. Suddenly the Holy Spirit began to speak to me. ഇത് വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. And this is what he said. ദൈവാത്മാവ് പറഞ്ഞത് ഇതാണ്. Are you listening? ഇന്ന് രാത്രി എത്ര പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്? Wave your hand if you are listening. ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്ന ഒരു കാര്യങ്ങൾ വീശി ആ ശ്രദ്ധയൊന്ന് കാണിച്ചാട്ടെ. The Holy Spirit spoke to me and said, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി എന്നോട് പറഞ്ഞു, in death the man in hell said no to Father Abraham. നരകത്തിൽ കിടക്കുമ്പോഴും അല്ല എന്നാണ് അബ്രഹാം പിതാവേ എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. But in his life on earth he said no to Jesus. അവന്റെ ജീവിതകാലത്ത് മുഴുവൻ അല്ല എന്ന് ദൈവത്തോട് യേശുവിനോട് പറഞ്ഞു. And to say no to Jesus is the biggest mistake and is the greatest sin a human being can commit. യേശു വിളിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നതാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. I will explain that to you. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിശദീകരിക്കട്ടെ. If anybody rejects Jesus, യേശുവിനെ ആര് നിരാകരിക്കുമോ, the only savior in the world, ലോകത്തിൽ മനുഷ്യവർഗത്തിന് ദൈവം നൽകിയ ഏകരക്ഷകനായ ക്രിസ്തുവിനെ, there is no other savior. യേശുവല്ലാതെ മറ്റ് ഒരു രക്ഷകൻ നമുക്കില്ല. Why can I say that? എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? Because nobody else, absolutely nobody else, died on the cross for the sins of the world but Jesus Christ. കാരണം എന്തെന്നറിയാമോ? നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകിയ മറ്റ് ഒരു വ്യക്തിയും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. അത് യേശു മാത്രമാണ്. There is nobody else. There is no other name given under heaven by which we can be saved but the precious name of Jesus. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ രണ്ടാമതൊരു പേരില്ല, യേശു എന്ന ഏകനാമം മാത്രം. Say amen. ഇന്ന് രാത്രിയിൽ ആമേൻ പറഞ്ഞ് അതിന് ഉറപ്പായി പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. You see, I'm going to say something here that may baffle you. ഒരുപക്ഷെ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. I say to you, people don't go to hell because they are sinners, because we are all sinners and we were all born in sin. But they do go to hell for refusing the Savior. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, മനുഷ്യർ പാപിയായതുകൊണ്ടല്ല നരകത്തിൽ പോകുന്നത്. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ യേശു എന്ന രക്ഷകൻ പാപപരിഹാരകനായി ഉള്ളപ്പോൾ യേശുവിനെ ആരും നിരാകരിക്കുന്നോ നിരസിക്കുന്നോ അവർ നരകത്തിലെത്തും. If anybody says no to Jesus, he's got the key for the gates of hell. യേശു വിളിക്കുന്ന സമയത്ത് ഇല്ല എന്നാര് പറയുന്നു, നരകമാണ് അവരുടെ അന്ത്യം. But if anybody says yes to Jesus, he's got the gate, the key of the pearly gate to the New Jerusalem. ഇത് രാത്രിയിൽ യേശു വിളിക്കുമ്പോൾ അതേ കർത്താവേ എന്ന് പറഞ്ഞ് ആര് വരുന്നുവോ, സ്വർഗരാജ്യം തുറന്ന് നിന്നെ അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള സ്വർണ്ണ താക്കോലുള്ളവൻ ഒരുവൻ മാത്രമാണ്. അവനാണ് കർത്താവായ യേശു. To say no to Jesus, to reject Jesus is the most damning sin a human being can commit. മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും അധമ പാപമായ പാപം
ൊന്നുമല്ല. യേശു എന്ന രക്ഷകൻ കൈകൾ വിരിച്ചു കിടക്കുമ്പോൾ യേശുവിനെ നിരാകരിക്കുന്നതാണ്, നിരാകരിച്ച് യേശുവിന്റെ അടുക്കൽ എത്താതിരിക്കുന്നതാണ് മനുഷ്യൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ അധർമ്മം, ഏറ്റവും വലിയ പാപം. And that is why I have come. അതിനുവേണ്ടിയാണ് ഞാൻ ഈ രാജ്യത്ത് വന്നത്. I beg you, I plead with you for the sake of your own soul. Say yes to Jesus. ഇന്ന് രാത്രിയിൽ വളരെ വിനയത്തോടെ, വളരെ താഴ്മയോടെ, കാൽക്കൽ വീണതുപോലെ പറയട്ടെ, യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുമ്പോൾ അതെ കർത്താവേ എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിനയത്തോടെ അപേക്ഷിക്കുന്നു. My name is not important. എന്റെ പേരിന് അമിത പ്രാധാന്യമില്ല. But I'm here to preach Jesus, Jesus, Jesus. റൈനഡ് ബോങ്കയെ പ്രസംഗിക്കാനല്ല ഞാൻ ഈ രാജ്യത്ത് വന്നത്. യേശു, യേശു, യേശുവിനെ പ്രസംഗിക്കുവാനാണ്. In him is salvation and eternal life. അവനിൽ മാത്രമാണ് നിത്യ ജീവനും രക്ഷയും. He is the door that leads into his kingdom and into very heaven. അവന്റെ രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന ഏക വാതിൽ യേശു മാത്രമാണ്. Say amen. ഒരുമിച്ച് ആമേൻ പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുക. Say yes to Jesus. ഇന്ന് രാത്രി ഒരുമിച്ച് അതേ കർത്താവേ എന്ന് കരമുയർത്തി പറഞ്ഞാട്ട്, അതേ കർത്താവേ. I say yes to Jesus. Yes, യേശുവേ, yes എന്നൊക്കെ പറഞ്ഞാട്ട്. I say yes to Jesus. ഞാൻ യേശുവേ അതേ എന്ന് പറയുന്നു. Hallelujah. ഹല്ലേലൂയ. I speak to people. ഞാൻ ആളുകളോട് I സംസാരിക്കാറുണ്ട്. ask one of them, I say, are you saved? ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, നീ രക്ഷിക്കപ്പെട്ടതോ? His reply to me is, ആ മനുഷ്യന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, I belong to the biggest church. ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ സഭാവിഭാഗത്തിലെ അംഗമാണ്. I ask somebody else, are you saved? ഞാൻ മറ്റു ചിലരോട് ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടവനാണോ? He says to me, ആ മനുഷ്യനോട് പറഞ്ഞു, I belong to the most holy church. ഏറ്റവും പവിത്രമായ വിശുദ്ധമായ സഭയടംഗമാണ് ഞാന്. And everyone tells me the name of their church when I ask them if they are saved. അവർ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ ഉൾപ്പെടുന്ന സഭാവിഭാഗത്തിന്റെ പേരാണ് ആളുകൾ പറയുന്നത്. No, that was not my question. ഇന്ന് രാത്രി എന്റെ ചോദ്യം അതല്ല. Can I speak to you from my heart? എന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഇന്ന് രാത്രി പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? Amen. ആമേൻ. I do so because I love you. ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കും നിങ്ങളെ. And one day I want to see you in heaven before the throne of God. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന പുരുഷാരത്തെ മുഴുവൻ നോക്കിക്കൊണ്ട് പറയട്ടെ, നിങ്ങളിൽ ഒരാൾ പോലും നഷ്ടപ്പെടാതെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കാണണമെന്നുള്ളതാണ് എന്റെ ഏറ്റവും അദമ്യമായ ആഗ്രഹം. Amen. ആമേൻ. This is the bottom line. അതാണ് അതിന്റെ ഏറ്റവും താഴത്തെ പ്രധാന വിഷയം. We thank God for all the churches. ദൈവം നമുക്ക് നൽകി തന്ന എല്ലാ സഭാവിഭാഗങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി. The churches have a God-given role. We thank the Lord for that. Shout amen. ദൈവത്താൽ നിയമിതമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ദൈവസഭയ്ക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അതോർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. But there is something a church can never do. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഒരു സഭയ്ക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. And the church was never asked to do. അത് ചെയ്യുവാൻ സഭയെ അധികാരപ്പെടുത്തിയിട്ടുമില്ല. My church cannot save me and your church cannot save you. എന്റെ സഭയ്ക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല, നിങ്ങളുടെ സഭയ്ക്ക് എന്നെയും. Amen. ആമേൻ. No pope can save you because no pope died for you. നിങ്ങൾ ഓർക്കണം, മാർപ്പാപ്പയ്ക്ക് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയില്ല. കാരണം ആ ശ്രേഷ്ഠനായ ദൈവപ്രത്യൻ ക്രൂശിൽ മരിച്ചില്ല മനുഷ്യന് വേണ്ടി. No church can save you because no church died for you. ഒരു സഭയ്ക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല, കാരണം ഒരു സഭയ്ക്കും നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായില്ല. No bishop, no pastor, no evangelist can save you because none of them died for you. ഒരു സുവിശേഷകനോ ഒരു പാസ്റ്റർക്കോ ഒരു മേലധ്യക്ഷനോ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല, കാരണം അവരാരും നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായില്ല. But now, yes, I want to give you the name of the one, the only one who died for you.
ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് നിങ്ങളുടെ രക്ഷയായി തീർന്ന ഒരു പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. His name, His wonderful name, His matchless name, Hallelujah. His glorious name is Jesus. അവന്റെ Jesus, shout His name. അതുല്യമായ, മഹത്വകരമായ, ശ്രേഷ്ഠകരമായ ഒരു നാമമേ ഉള്ളൂ. ഏത് നാമമാണത്? യേശു. യേശു, യേശു മാത്രം. യേശു നമുക്ക് ഉറക്കെ പറയാം എല്ലാവരും ചേർന്ന്. യേശു, യേശു മാത്രം. Only Jesus saves. യേശു മാത്രമാണ് രക്ഷിക്കുന്നവൻ. Tonight Jesus is here to save you. ഇന്ന് രാത്രിയിൽ ആ യേശു നിന്റെ അരികിലുണ്ട് നിന്നെ രക്ഷിക്കുവാൻ. I pray you may never make the mistake of that rich man. ആ മനുഷ്യന്റെ, ധനികനായ മനുഷ്യന്റെ ആ പാപം, ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. You will say yes to Jesus. ഇന്ന് രാത്രിയിൽ അതെ യേശുവേ, ഞാൻ നിന്റെ അരികിലേക്ക് വരുന്നു, സ്വീകരിക്കുന്നു എന്ന് ഇന്ന് രാത്രിയിൽ പറയണം. Say yes to Jesus. ഇന്ന് രാത്രിയിൽ യേശുവേ യെസ് ഉറക്കെ ഒന്ന് പറയാമോ? Why don't you say, I say yes to Jesus? ഉറക്കെ ഒന്ന് പറഞ്ഞാട്ടെ, യേശുവേ അതെ. I say yes to Jesus. യേശുവേ അതെ എന്ന് ഞാൻ പറയുന്നു. I say yes to Jesus. യേശുവിനോട് ഞാൻ അതെ എന്ന് പറയുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. If you say yes to Jesus tonight, ഇന്ന് രാത്രിയിൽ യേശുവിനോട് നീ അതെ എന്ന് നീ പറയുമെങ്കിൽ Jesus will receive you as His child. യേശു ഇന്ന് രാത്രിയിൽ നിന്നെ തന്റെ സ്വന്തമായി He will പൈതലായി അംഗീകരിക്കും. He will wash away all your sins. നിന്റെ പാപങ്ങളെ അവൻ പൂർണ്ണമായി കഴുകിക്കളയും. He will break every chain. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബദ്ധതകളെയും അവൻ പൊട്ടിച്ചു മാറ്റും. And He will give you eternal life. അവൻ നിനക്ക് നിത്യ ജീവൻ നൽകും. No more dying, no more crying. ആ നിത്യതയിൽ പെറുപെറുപ്പില്ല, കരച്ചിലില്ല, Jesus മരണമില്ല. says that you will live forever. യേശു പറഞ്ഞു, നിങ്ങൾ എന്നും എന്നേക്കും ജീവിക്കും. Are you happy? രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? Are you happy? ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? Say yes to Jesus. ഇന്ന് രാത്രി യേശുവേ അതെ, യേശുവേ യെസ്. If you have never said yes to Jesus, shout yes, Lord Jesus, right now. യേശു ഇന്ന് രാത്രി വരെയും യേശുവിനോട് നീ അതെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉച്ചത്തിലൊന്ന് പറഞ്ഞാട്ട്, യെസ് ജീസസ്, യെസ് Yes, Lord Jesus. യേശു കർത്താവേ അതെ. I receive Jesus, യേശുവേ ഇന്ന് രാത്രിയിൽ ഞാൻ സ്വീകരിക്കുന്നു അങ്ങയെ. the only Savior between heaven and earth. മനുഷ്യനും ഭൂമിക്കും സ്വർഗത്തിനും മധ്യയുള്ള ഏകരക്ഷിതാവ്. Amen. ആമേൻ. Now, I have got one more point. Please give me 2 more minutes, okay? ഒരു കാര്യം കൂടെ പറയുവാനുണ്ട്. 2 മിനിറ്റ് കൂടെ ഞാൻ എടുക്കട്ടെ. One more point. ഒരു കാര്യം കൂടെ. Your yes to Jesus here tonight is only valid if your yes to Jesus is at the same time a no to sin. ഇന്ന് രാത്രിയിൽ യേശുവേ അതെ എന്ന് നീ പറഞ്ഞ് യേശുവിനെ സ്വീകരിക്കുന്നെങ്കിൽ, അതെ യേശുവേ എന്ന് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമായി മാറണമെങ്കിൽ, ഉറപ്പുള്ള വസ്തുതയായി മാറണമെങ്കിൽ പാപത്തോട് ഇല്ല എന്ന് നീ പറയണം. Amen. ആമേൻ. Some people say yes, 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 yes. ചില ആൾക്കാർ യേശുവേ അതെ 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 എന്ന് പലപ്പോഴും പറയാറുണ്ട്. And next day they live as they always lived. എന്നാൽ അടുത്ത ദിവസമാകുമ്പോൾ അവർ പഴയ രീതിയിൽ തന്നെ ജീവിതശൈലി നയിക്കുന്നു. On Sunday they may sing hallelujah in church, and on Monday they sleep with their neighbor's wife. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച ആരാധിക്കുന്നു, തിങ്കളാഴ്ച അധമമായ പാപത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. I'm telling you, even if you have managed to cheat your wife or your husband, but God has eyes like fire.
നിങ്ങൾ ഓർത്തോണം, നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ ഒരുപക്ഷെ അവിശ്വസ്തയായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കബളിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ സർവശക്തന്റെ കണ്ണുകൾക്ക് മുമ്പിൽ കഴിയുകയില്ല. Your yes to Jesus must be a true yes. യേശുവിനോട് ആരെങ്കിലും അതെ എന്ന് പറയുന്നെങ്കിൽ അത് പൂർണ്ണമായ അർത്ഥതലത്തിൽ തന്നെ ആയിരിക്കണം. Amen. ആമേൻ. People are on their way to hell. മനുഷ്യർ നരകത്തിന്റെ വഴിയിലേക്കാണ്. Jesus said, repent and believe the gospel. യേശു പറഞ്ഞു, മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. The word repent means change of mind, change of direction. മനസാന്തരപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം ജീവിത ശൈലിയെ നേരെ എതിർദിശയിലേക്ക്, എതിർപാതയിലേക്ക് ജീവിത ശൈലിയെ കൊണ്ടെത്തിക്കുക എന്നതാണ്. No human being can walk in two directions at the same time. ഒരേ സമയത്ത് തന്നെ രണ്ട് ദിശയിലേക്ക് മനുഷ്യന് സഞ്ചരിക്കാൻ സാധ്യമല്ല. When you repent of your sin, നിങ്ങൾ പാപത്തിൽ നിന്ന് മനസാന്തരപ്പെടുമ്പോൾ you change direction. മനസാന്തരപ്പെടുന്നവന്റെ ദിശ ഗതി മാറുകയാണ്. No more the road of sin. പാപത്തിന്റെ വഴിയോട് നീ ഏറ്റവും ഒടുവിൽ യാത്ര പറയുന്നു. But now you walk the road of salvation with Jesus Christ. ഇപ്പോൾ നീ വഴി മാറി, ദിശ മാറി, യേശുവിനോടൊപ്പം നിത്യതയിലേക്ക് നീ യാത്ര ചെയ്യുകയാണ്. Hell is no more your destination. നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം ഇനി നരകമല്ല. But heaven is your destiny. നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം ശുഭ തുറമുഖമായ സ്വർഗമാണ്. I say again, വീണ്ടും ഞാൻ പറയട്ടെ, your yes to Jesus ഇന്ന് രാത്രി നീ യേശുവിനോട് അതെ എന്ന് നീ പറയുമ്പോൾ must be at the same time a no to sin and degradation. ആ പറയുന്ന നിമിഷം തന്നെ പാപത്തോട്, പാപവഴികളോട് എന്നേക്കുമായി യാത്ര പറയുവാനുള്ള ഒരു പ്രഖ്യാപനം കൂടെയാണത്. And if you are a backslider, you better come back to Jesus. ഒരു പക്ഷേ നീ യേശുവിനെ ഒരിക്കൽ അറിഞ്ഞിരുന്നു, എന്നാൽ യേശുവിൽ നിന്ന് നീ അകലത്തിൽ പിന്മാറ്റത്തിലാണെങ്കിൽ ഇന്ന് രാത്രി ഒരു മടക്കയാത്രയുടെ സന്ധ്യയാകട്ടെ. He will receive you, he loves you, he will forgive you, he even died for you. അവൻ ക്ഷമിക്കുന്നവനാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്, അവൻ നിനക്ക് വേണ്ടി മരിച്ചവനാണ്. ഇന്ന് രാത്രി അവൻ നിന്നെ വീണ്ടും സ്വീകരിക്കും. Say amen. ഇന്ന് രാത്രി ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. You can't be half saved and half lost. പകുതി രക്ഷപ്പെട്ടവർ, പകുതി നഷ്ടപ്പെട്ടവർ, അങ്ങനെയാകാൻ പാടില്ല. I met a man and I asked him, I said, are you saved? ഞാനൊരു മനുഷ്യനോട് ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടവനോ? He said to me, I'm saved from the crown of my head to the belt of my trousers. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, പക്ഷേ അതിന്റെ തല മുതൽ അരവര മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. And he said, from the belt of my trousers to the soles of my feet, I am not saved. എന്റെ ബെൽറ്റ് മുതൽ താഴോട്ട് എന്റെ കാൽപാദം വരെ ഞാൻ രക്ഷിക്കപ്പെട്ടവനല്ല. I knew what he meant by that. ആ മനുഷ്യൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഗ്രഹിക്കാൻ കഴിയും. With his mouth he was singing and praying in church. ആ മനുഷ്യന്റെ അധരം തുറന്ന് പാടുന്നവനാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. And at the same time he was going to the prostitutes. എന്നാൽ അതേ സമയം തന്നെ വ്യഭിചാരത്തിലേക്ക് കാലുകൾ ഓടുന്നവനുമാണ്. But the Bible says the prostitutes will be outside of heaven and those who use them. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, വ്യഭിചാരികൾക്ക് ദൈവരാജ്യത്തിൽ, സ്വർഗത്തിൽ പങ്കാളിത്തമില്ല, അവകാശമില്ല. I know that the Bible says you mustn't answer a foolish man foolishly, but that day I could not behave. Pardon me. I know that. Okay, let me go on. I said to this man this. ഞാൻ ഈ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു. I said, imagine you die. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നീ മരിച്ചു എന്ന് ചിന്തിക്കുക. What do you think is going to happen? നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? Do you think the angels from heaven come with a saw to cut where the belt is? സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരിറങ്ങി നിന്റെ ശരീരത്തിലെ ബെൽറ്റ് മുറിച്ചു കളയുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? Right through. ആ ഭാഗം മുഴുവൻ ഛേദിച്ചു കളയുമെന്ന് കരുതുന്നു. അതിനുശേഷം ബാക്കി ഭാഗം സ്വർഗത്തിൽ എത്തിക്കുമെന്ന്. And the bottom goes to hell. ബാക്കി ഭാഗം, പകുതി ഭാഗം യാതനാസ്ഥലത്തേക്ക് പോകുന്നുവെന്ന്. I say to everyone,
ഞാൻ എല്ലാവരോടും പറയട്ടെ, be not deceived. God is not mocked. നോക്കുക, ദൈവത്തെ ആരും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ പരിഹസിച്ചുകൂടാ. Jesus didn't die for a 50% salvation. He wants to save you tonight from the crown of your head to the soles of your feet. യേശു ഒരു മനുഷ്യന്റെ പകുതി ഭാഗത്തിന് വേണ്ടി മാത്രമല്ല ക്രൂശിൽ മരിച്ചത്. ഇന്ന് രാത്രി കർത്താവ് ക്രൂശിൽ മരിച്ചത് നിന്റെ തല മുതൽ പാദം വരെ ഒരു സമ്പൂർണ്ണ മനുഷ്യനായി നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ യാഗമായത്. He loves you. അവൻ നിന്നെ സ്നേഹിക്കുന്നു. He brought you here. അവനാണ് ഇന്ന് രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. And this moment is your moment of salvation. ഇന്ന് രാത്രിയിൽ ഈ നിമിഷം, ഈ സമയം നിന്റെ രക്ഷയുടെ സമയമാണ്. Amen. 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 If you say yes to Jesus with all of your heart, ഇന്ന് രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അതേ യേശുവേ എന്ന് നീ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, which at the same time is a no to sin, അതേ സമയം തന്നെ ആ നിമിഷം തന്നെ പാപത്തോട് ഇല്ല എന്ന് പറഞ്ഞ് നീ യാത്ര പറയണം. I can guarantee you upon the word of God, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പ് തരട്ടെ, today salvation shall come to your house. ഇന്ന് രാത്രിയിൽ രക്ഷ നിന്റെ കുടുംബത്തിൽ വന്നിരിക്കുന്നു. Say yes to Jesus. ഇന്ന് രാത്രിയിൽ നീ യേശുവിനോട് അതേ എന്ന് പറയുമോ? He loves you. അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. And I love you too. ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. I don't like to preach on hell. നരകത്തെ കുറിച്ച് അധികം പ്രസംഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. But we will never know what light is if we don't know what darkness is. വാസ്തവത്തിൽ വെളിച്ചം എന്തെന്ന് അറിയണമെങ്കിൽ ഇരുട്ട് നാം തിരിച്ചറിയണം. We never know what heaven is if we haven't got at least a small understanding of what hell is. നരകത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നാം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ സ്വർഗത്തിന്റെ മഹത്വം നമുക്കറിയാൻ കഴിയുകയുള്ളൂ. Say yes to Jesus. ഇന്ന് രാത്രിയിൽ അതേ യേശുവേ എന്ന് ഇന്ന് രാത്രിയിൽ പറയണം. I say yes to Jesus. ഞാൻ ഇന്ന് രാത്രിയിൽ അതേ എന്ന് യേശുവേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? Hallelujah! ഹല്ലേലൂയ! Blessed be the name of the Lord. യേശുവിന്റെ നാമം മഹത്വീകരിക്കപ്പെടട്ടെ. Now the most holy moment of this evening has come. ഇന്ന് സന്ധ്യയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധമായ നിമിഷങ്ങൾ കടന്നു വരുന്നു. Everybody close their eyes. എല്ലാവരും ദയവായി ശിരസ്സുകൾ നമിച്ചാട്ട്, കണ്ണുകൾ Bow your heads അടച്ചാട്ട്, before the living God. ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ ശിരസ്സുകളെ നമിച്ചാട്ട്. My question is this. ഇന്ന് രാത്രിയിൽ നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. If you don't belong to Jesus yet, യേശുവിനെ ഇന്ന് വരെ നീ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, നീ യേശുവിനോട് കൂടെ അല്ല എങ്കിൽ, you want to receive him as your personal savior, യേശുവിനെ നിന്റെ വ്യക്തിഗതമായ കർത്താവും രക്ഷകനുമായി നീ അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, you want to say yes to Jesus to change your eternal destiny, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നിത്യതയ്ക്കുള്ള പ്രയാണം ആരംഭിക്കുവാൻ, നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ അതേ യേശുവേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, then I would like to lead you in a prayer of salvation. ഇന്ന് രാത്രിയിൽ രക്ഷയുടെ ഒരു പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. Just lift your hand. ഇന്ന് രാത്രി അത് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും If കരം you are ഉയർത്തി not yet പിടിച്ചാൽ, saved and you want to get saved, lift your hand. ഇന്ന് രാത്രിയിൽ യേശുവേ എന്ന് വിളിച്ച് രക്ഷയ്ക്കായി ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ, ഈ ഗ്രൗണ്ടിൽ അവരുടെ കരങ്ങൾ വലം കരം ഉയരപ്പെടട്ടെ. Just wave your hand that I can acknowledge it. ദയവായി അങ്ങനെ കരമുയർത്തിയവർ അവരുടെ കരമൊന്ന് വീശിക്കാട്ട്. ഈ ദൂരെ നിന്ന് അത് കാണുവാനായിട്ട് ഇന്ന് രാത്രി കഴിയണം. ദൈവത്തിന്റെ ദാസനെ കാണണം, കരങ്ങളെ വീശിയാട്ട്. If you want Jesus to save you, and if you are a backslider and you want to turn around for good, then lift your hand. I want to pray with you the prayer of salvation. ഇന്ന് രാത്രിയിൽ യേശുവേ അവനെ രക്ഷകനായി സ്വീകരിക്കുക. യേശുവിൽ നീ അകന്ന് ജീവിച്ച വ്യക്തിയാണെങ്കിൽ, യേശുവിലേക്ക് നീ മടങ്ങി പിന്മാറ്റിൽ നിന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലൂടെ കരമുയർത്തി പിടിച്ചാട്ട് നാം ഒരുമിച്ച് ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. I'm asking all those precious people that have lifted their hands, just if you can, stand up. ഇന്ന് രാത്രി കരം ഉയർത്തിപ്പിടിച്ചവര്, Only those. കരം ഉയർത്തിപ്പിടിച്ചവര്, നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിന്ന് ദയവായി ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. Only those who have lifted their hands. കരം please ഉയർത്തിയവർ stand up. മാത്രം, എല്ലാവരും എഴുന്നേൽക്കരുത്. കരം ഉയർത്തിയവർ I മാത്രം. want to pray with you the prayer of salvation now. ഇന്ന് രാത്രി നിങ്ങളോട് ചേർന്ന് രക്ഷയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. What must we do to be saved? നാം രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? Romans 10 verse 13 gives us a clear answer, റോമാലേഖനം among others.
റോമാലേഖനം 10:13 വളരെ വ്യക്തമായ ധാരണ നമുക്ക് നൽകുന്നു. There we read, whosoever calls upon the name of the Lord shall be saved. യേശുവിന്റെ നാമം ആര് വിളിച്ചപേക്ഷിക്കുമോ അവർ രക്ഷിക്കപ്പെടുമെന്ന് വചനം പറയുന്നു. And now we will call upon the name of the Lord Jesus in prayer. ഇപ്പോൾ നാം പ്രാർത്ഥനയിൽ യേശുവേ എന്ന് വിളിച്ച് അവന്റെ നാമത്തെ അപേക്ഷിക്കാൻ പോകുകയാണ്. That moment a transaction is going to take place inside of you. നിങ്ങളുടെ ഉള്ളില്, നിങ്ങളുടെ ആന്തരികമായ തലങ്ങളില് ഇന്ന് രാത്രി ഒരു വലിയ വ്യത്യാസം, അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. Jesus is becoming your Savior, your Lord and your God. യേശു കർത്താവ് നിന്റെ ജീവിതത്തിന്റെ രക്ഷകനായി, കർത്താവായി നിന്നിലേക്ക് കടന്നു വരികയാണ്. Those that are standing, remain standing, please, and I would like you to repeat this prayer after me. ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കുന്നവരോട് ഞാൻ പറയട്ടെ, കർത്താവിന്റെ ദാസൻ തർജ്ജമ ചെയ്ത വാക്കുകൾ പറഞ്ഞ ശേഷമായിട്ട് അതുപോലെ നിങ്ങൾ ഏറ്റുചൊല്ലേണ്ടതാണ്. Please involve your whole heart. നമ്മുടെ ഹൃദയം മുഴുവനും, നമ്മുടെ ആളത്തം മുഴുവനായി ഹൃദയത്തിൽ നാം പ്രാർത്ഥന ഉയരട്ടെ. Because it's not the beauty of speech. God wants to hear the cry of your heart. ഇന്ന് രാത്രിയിൽ നിങ്ങൾ പറയുന്ന വാക്കുകളുടെ ഭംഗിയല്ല, നിങ്ങളുടെ ഹൃദയത്തിലെ ആന്തരിക നിലവിളിയാണ് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. Repeat my prayer, first in English and then sentence for sentence, then in Tamil after my interpreter. കർത്താവിന്റെ ദാസൻ ഇംഗ്ലീഷിൽ പറഞ്ഞ ശേഷമായിട്ട് മലയാളത്തിൽ അത് പിന്നീട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് ഏറ്റുചൊല്ലേണ്ടതാണ്. Say, dear Lord Jesus Christ. ഉറക്കെ പറഞ്ഞാട്ടെ, യേശു കർത്താവേ, I have heard your word. ഞാൻ നിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നു. I confess my sins to you. എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു. I am a sinner. ഞാൻ ഒരു പാപി. Forgive me my sins. എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. And save me now. ഇപ്പോൾ തന്നെ എന്നെ രക്ഷിക്കണമേ. I say yes to Jesus. യേശുവേ, ഇപ്പോൾ അതെ എന്ന് ഞാൻ പറയുന്നു. Yes, 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 Lord Jesus. യേശുവേ, അതെ, അതെ, അതെ. ഉറക്കെ പറഞ്ഞാട്ടെ, യേശുവേ, അതെ, യേശുവേ, അതെ, അതെ, യേശുവേ. I give my life to you. എന്റെ ജീവിതം, ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ ജീവിതം അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. Break every chain. ജീവിതത്തിലെ എല്ലാ കെട്ടുകളെയും തകർത്ത് കളയണമേ. And set me free. ഇന്ന് രാത്രിയിൽ എന്നെ സ്വതന്ത്രനാക്കണമേ. I now turn away from evil. ഇപ്പോൾ മുതൽ പാപവഴിയിൽ നിന്ന് ഞാൻ വേർപെടുന്നു. I will walk with you, Lord Jesus. യേശുവേ, നിന്നോടൊപ്പം ഇപ്പോൾ മുതൽ ഞാൻ യാത്ര ചെയ്യുന്നു. I believe with my heart. എന്റെ ഹൃദയം തുറന്ന് ഞാൻ വിശ്വസിക്കുന്നു. What I speak with my mouth. എന്റെ അധരം കൊണ്ട് ഞാൻ പറയുന്നത്, Jesus Christ is now my Savior. ഇപ്പോൾ മുതൽ യേശുവേ, അവിടുന്ന് എന്റെ രക്ഷകനാണ്. I belong to Jesus from top to toe. എന്റെ ആളത്വത്തിന്റെ എല്ലാ അംശവും ഇപ്പോൾ മുതൽ യേശുവിന് മാത്രം. I believe it. ഞാനത് വിശ്വസിക്കുന്നു. I receive it. ഞാനത് സ്വീകരിക്കുന്നു. I confess it. ഞാനത് ഏറ്റുപറയുന്നു. In the name of Jesus, amen. യേശുവിന്റെ നാമത്തിൽ തന്നെ ഒരുമിച്ച് നമുക്ക് ആമേൻ പറയാം. Everybody shout amen. ആമേൻ. Amen.